പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമ്മുടെ പുതിയ ടോപ്പിക്കിലേക്ക് സ്വാഗതം. സർക്കിൾസ് പാർട്ട് 4. ലാസ്റ്റ് നമ്മൾ സൈഡ് ഹെഡിങ് എഴുതി വെച്ചത് സർക്കിൾസ് ആൻഡ് ക്വാഡ്രിലാറ്ററൽ എന്ന ടോപ്പിക്കാണ്. ഫസ്റ്റ് ടോപ്പിക്ക് നമ്മൾ പഠിച്ചു ട്രയാങ്കിൾസ് ഔട്ട്സൈഡ്, ഇൻസൈഡ്, ഓൺ ദി സർക്കിളൊക്കെ വരുന്ന കേസുകൾ. സെക്കൻഡിൽ നമ്മൾ കൺസ്ട്രക്ഷൻ റിലേഷനായിട്ട് പഠിച്ചു, ഹാഫ് തിയറം വെച്ചുള്ള കൺസ്ട്രക്ഷൻ, വെരി ഇമ്പോർട്ടൻറ്റ്. തേർഡ് ടോപ്പിക്കിൽ വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. എന്താണെന്നറിയോ? അതിൻ്റെ കുറച്ച് പ്രോബ്ലംസാണ് തേർഡ് ടോപ്പിക്കിൽ വരുന്നത്. ഹാഫ് തിയറം റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ്, പ്രോബ്ലം. അടുത്ത ഫോർത്ത് ടോപ്പിക്ക് ഇതിൽ നമുക്ക് സർക്കിൾസ് ആൻഡ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്ന ഒരു കേസാണ്. അതിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്, കുറച്ച് ഡയറക്റ്റ് പ്രൂഫാണ്, ബൈ ഹാർട്ട് പഠിക്കേണ്ട പ്രൂഫ്, ചെയ്ത് വായിച്ച് ബൈ ഹാർട്ട് അങ്ങ് പഠിക്കേണ്ട പ്രൂഫാണ് കുറച്ച് കേട്ടോ. പിന്നെ അഞ്ചാമത്തെയും ആറാമത്തെയും ടോപ്പിക്കിൽ നമുക്ക് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത് സെറ്റ് ചെയ്യാം. ഓക്കെ, അതിൽ കുറച്ച് പോയിൻറ്റ്സ് എഴുതുക, അതിൻ്റെ പിക്ചർ ജോമെട്രിക്കലി കാണിക്കുക, പോയിൻറ്റ്സ് എഴുതുക, ജോമെട്രിക്കലി കാണിക്കുക. അതിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൂഫ് ഓരോന്നോരോന്ന് പ്രൂഫ് ചെയ്യാം. ഓക്കെ, അടിയിലെഴുതുക. പോയിൻ്റ് 1, നോട്ട് 1 എഴുതിയാൽ മതി. നോട്ട് 1: if all four vertices of a quadrilateral are on a circle, then its opposite angles are supplementary. അതായത് ഒരു സർക്കിളിൽ 4 പോയിൻറ്റ്സ്, ക്വാഡ്രിലാറ്ററലിൻ്റെ 4 പോയിൻറ്റ്സ് വന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. വാട്ട് ഇസ് മീൻ ബൈ സപ്ലിമെൻ്ററി? സം ഓഫ് 2 ആംഗിൾസ് 180 ഡിഗ്രി, ദാറ്റ് ഈസ് കോൾഡ് സപ്ലിമെൻ്ററി. ബി പ്ലസ് ഡി 180, ആംഗിൾ എ പ്ലസ് ആംഗിൾ സി 180. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. ഇതാണ് ഫസ്റ്റ് പോയിൻ്റ്, അതിൻ്റെ ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? 4 വെർട്ടിസസ് ഓൺ ദി സർക്കിളാണ്, സർക്കിളിൻ്റെ അകത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് ഇൻസൈഡ് അല്ല, ഓൺ ദി സർക്കിളാണ്. സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി എന്നാണ് എഴുതി വെച്ചത്. ഓൺ എ സർക്കിൾ അല്ലേ. അടുത്ത പോയിൻ്റ് 2, സെക്കൻഡ് പോയിൻ്റ്: if one vertex of a quadrilateral is outside the circle drawn through the other 3 vertices, then the sum of the angles at this vertex and the opposite vertex is less than 180. If one vertex of a quadrilateral is outside the circle drawn through the other 3 vertices, then the sum of the angles at this vertex and the opposite vertex is less than 180. അപ്പോൾ ഒരു സർക്കിൾ ഉണ്ട്, 3 പോയിൻറ്റ്സ് സർക്കിളിലാണ്. 3 പോയിൻറ്റ്സ് സർക്കിളിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 3 പോയിൻറ്റ്സ് സർക്കിളിലാണ്. അതിൻ്റെ 4th പോയിൻറ്റ്സ് പോയിട്ട് നിൽക്കുന്നത് എവിടെയാണ്? ഔട്ട്സൈഡ് ദി സർക്കിളിലാണ്. 4th പോയിൻറ്റ്സ് എവിടെയാണ് നിൽക്കുന്നത്? ഔട്ട്സൈഡ് ദി സർക്കിൾ. എ ബി സി ഡി. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ഔട്ട്സൈഡ് ആംഗിളും ഓൺ ദി സർക്കിൾ ഓപ്പോസിറ്റ് ആംഗിളും വരുന്നത് ആംഗിൾ ബി പ്ലസ് ആംഗിൾ ടി ഡി, ആംഗിൾ ഡി ലെസ് ദാൻ 180 എന്നാണ്. അതിന് പ്രത്യേകം നമ്മൾ പ്രൂഫ് പഠിക്കൊന്നും വേണ്ട. നമ്മൾ സർക്കിൾ ട്രയാങ്കിൾ റിലേഷനിൽ പഠിച്ചിട്ടുണ്ട്. ആംഗിൾസ് ഓൺ ഔട്ട്സൈഡ് ദി സർക്കിൾ ലെസ് ദാൻ 90 എന്നവിടെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതവിടെ ഔട്ട്സൈഡ് വരുമ്പം സം ഓഫ് ഔട്ട്സൈഡ് ആംഗിൾ ആൻഡ് ഓപ്പോസിറ്റ് ഓൺ ദി ആംഗിൾ അല്ലേ, ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആംഗിൾ സപ്ലിമെൻ്ററി അല്ല, ലെസ് ദാൻ 180. ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ലെസ് ദാൻ 180 എന്നാണ് പറയുന്നത്. ഓക്കെ,
ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെക്കൻഡിൻ്റെ ഫിഗർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ല, സെക്കൻഡ് പോയിൻ്റ്, സെക്കൻഡ് ഫിഗർ. ദെൻ തേർഡ് പോയിൻ്റ്, ഇതൊന്ന് വെറുതെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ പ്രൂഫ് കാണിക്കുക. തേർഡ് പോയിൻ്റ് എഴുതി വെക്കുക. ഇഫ് വൺ വേർട്ടെക്സ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ, one vertex of a quadrilateral is inside the circle drawn through the other three vertices, then the sum of the angles at this vertex and the opposite vertex is more than 180. മോർ ദാൻ 180 ആണ്. അപ്പോൾ തേർഡ് പോയിൻ്റ് വളരെ വൃത്തിയായിട്ട് എഴുതി വെക്കുക. നേരത്തെ സെക്കൻഡ് പോയിൻറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് പറയുന്നത്. തേർഡ് പോയിൻറ്റിൻ്റെ പിക്ചർ വരച്ച് വെക്കുക. തേർഡ് പോയിൻറ്റിൻ്റെ പിക്ചർ വരച്ച് വെക്കുക. എ ബി സി ഡി ഇൻസൈഡിലാണ് അത് വന്നത്. ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഗ്രേറ്റർ ദാൻ 180. ഗ്രേറ്റർ ദാൻ 180. സെൻട്രലൊന്നുമല്ല കേട്ടോ, അത് പോയിൻ്റ് ഇൻസൈഡിലാണ് വന്നത്. ബിയും ആ പോയിൻറ്റും അതിൻ്റെ ഓപ്പോസിറ്റ് വേർട്ടെക്സും തമ്മിലുള്ള ആംഗിള് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി. അപ്പോൾ തേർഡ് പോയിൻറ്റിൻ്റെ പിക്ചർ വരച്ചു. അടുത്ത ഫോർത്ത് പോയിൻ്റ് എഴുതിയാൽ മതി. പോയിൻ്റ് 4. ഇഫ് ദി ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ആർ സപ്ലിമെൻ്ററി, if the opposite angles of a quadrilateral are supplementary, supplementary, we can draw a circle passing through all four its vertices. We can draw a circle passing through all four of its vertices. All four of its vertices. ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആണെങ്കിൽ ആ സർക്കിളിൽ ആ ക്വാഡ്രിലാറ്ററലിലെ 4 വെർട്ടിസസിനെയും പാസ് ചെയ്തുകൊണ്ട് സർക്കിൾ കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഫോർത്ത് പോയിൻ്റ് പറയുന്നത്. അടുത്ത പോയിൻ്റ് എഴുതി വെക്കുക. എ ക്വാഡ്രിലാറ്ററൽ വിച്ച് എ സർക്കിൾ ക്യാൻ ബി ഡ്രോൺ through all four corners, a quadrilateral for which a circle can be drawn through all 4 points or 4 corners is called a cyclic quadrilateral. Cyclic, CYCLIC, cyclic quadrilateral. അപ്പോൾ എന്താ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ? ഓൾ 4 പോയിൻറ്റ്സ് ഓൺ എ സർക്കിൾ അല്ലേ? ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ 4 പോയിൻറ്റ്സ്, ഓൾ 4 പോയിൻറ്റ്സ് ഓൺ എ ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ഓൾ 4 വെർട്ടിസസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഓൺ എ സർക്കിൾ. ഈ ഫിഗറിനെയാണ് അല്ലെങ്കിൽ ഈ ക്വാഡ്രിലാറ്ററലിനെ പറയുന്ന പേരാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഓക്കെ. all a quadrilateral for which a circle can be drawn through all 4 corners is called a cyclic quadrilateral. അതാണ് അഞ്ചാമത്തെ പോയിൻ്റായിട്ട് നമ്മൾ എഴുതി വെച്ചത്. അടുത്ത ആ 5 പോയിൻ്റാണ് നമുക്ക് മെയിനായിട്ട് ഓർമ്മയിൽ വരേണ്ട. അടുത്തൊരു പ്രൂഫ് ഉണ്ടാക്കാനാണ്. അപ്പോൾ അവിടെ ഫസ്റ്റ് പോയിൻ്റ് നമ്മൾ ഇത് തന്നെയാണ് പഠിച്ചത് അല്ലേ? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ആ കേസിൽ നമ്മൾ എന്താ പറഞ്ഞത്? all 4 points on a circle, such type of quadrilaterals are called cyclic quadrilateral. all 4 points, all 4 corners on a circle, that type of quadrilateral is called cyclic quadrilateral. ആ ക്വാഡ്രിലാറ്ററിനെ വിളിക്കുന്ന പേരെന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ ഫസ്റ്റ് കേസിൽ സൈക്ലിക് ആണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. ഇനി നമുക്കുള്ള തിയറത്തിൻ്റെ ഫസ്റ്റ് ഈ 5 പോയിന്റിൽ നിന്ന് ഒരൊറ്റ പ്രൂഫാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. പ്രൂവ് ദാറ്റ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആർ
supplementary. First proof എഴുതി വെച്ചാട്ട് എല്ലാവരും. Prove that activity 1. Prove that sum of opposite angles of a cyclic quadrilaterals are supplementary. Opposite angles of a cyclic quadrilaterals are supplementary. Prove that opposite angles of a cyclic quadrilaterals are supplementary. Our cyclic quadrilateral നമ്മൾ കേസ് പഠിച്ചു. എന്താ cyclic quadrilateral? 4 points in a quadrilateral, 4 vertices on the circle, that is called cyclic quadrilateral. Then a quadrilateral sum of opposite angles are supplementary, that is called cyclic quadrilateral. അതിനെ വിളിക്കും opposite angles are supplementary. Pair of opposite angles are supplementary. Such type of quadrilateral are called cyclic quadrilateral. ഇപ്പോൾ ഇവിടെ 4 points ഓൺ ദി സർക്കിൾ ആണെങ്കിൽ നമ്മൾ പ്രത്യേകം സപ്ലിമെൻ്ററി ആണെന്ന് പറയേണ്ട, അത് ഓൾറെഡി സപ്ലിമെൻ്ററി ആയിട്ട് മാറും. അതിൻ്റെ പ്രൂഫാണ് ചെയ്യാൻ പോകുന്നത്. ഇനി ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ട്, ജസ്റ്റ് ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ട് ABCD ദെൻ ആംഗിൾ A പ്ലസ് ആംഗിൾ C 180 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ABCD is a cyclic quadrilateral. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ അത് 1 pair of opposite angles അല്ലേ സപ്ലിമെൻ്ററി ആയിട്ടുള്ളൂ, പിന്നെ എങ്ങനെയാണ് അതർ പെയേഴ്സ് വരിക? എടാ, ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ സം ഓഫ് ആംഗിൾസ് എത്ര ഡിഗ്രിയാണ് മക്കളെ? 360 ഡിഗ്രി. 1 പെയർ 180 ഡിഗ്രി ആണെങ്കിൽ അതർ 2 പെയേഴ്സും 180 ഡിഗ്രി തന്നെയല്ലേ വരിക, അല്ലേ? അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ഇൻ എ ക്വാഡ്രിലാറ്ററൽ, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. ഇറ്റ് ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. 4 vertices on a circle, that is called cyclic quadrilateral. 4 vertices on a circle, that is called cyclic quadrilateral. Opposite angles are supplementary. Such quadrilaterals are called cyclic quadrilateral എന്ന് വിളിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൂഫാണ് നമ്മൾ പഠിക്കാൻ പോണത്. Prove that opposite angles of a cyclic quadrilateral are supplementary. ബൈ ഹാർട്ട് പഠിച്ചോളണം. ആക്ടിവിറ്റി പ്രൂഫുകളൊക്കെ ബൈ ഹാർട്ട് ആക്കിയിട്ട് പഠിക്കുക. എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും നോക്കാം. ഞാനൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലായിട്ട് വരച്ചു. സർക്കിളിൻ്റെ അകത്ത് വരയ്ക്കുന്ന ക്വാഡ്രിലാറ്ററലാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ആദ്യം വരച്ചു വെച്ചിട്ടുണ്ട്. ABCD അല്ലേ, ABCD. സെൻറ്ററിലേക്ക് ഞാൻ ഒരു കൺസ്ട്രക്ഷൻ നടത്തി. ഡയമീറ്റർ അല്ല കേട്ടോ, ഡയമീറ്റർ ഒന്നല്ലേ. സെൻറ്ററിലേക്ക് ഒരു കൺസ്ട്രക്ഷൻ നടത്തി. ഒരു ബെൻഡ് ഉണ്ടാകുക, ഡയമീറ്റർ ഒന്നല്ല. ഇങ്ങനെ ഒരു ബെൻഡ് ഇങ്ങോട്ടേക്കും ഉണ്ടാവും, ഇവിടുന്ന് ഒരു ബെൻഡ് ഇങ്ങോട്ടേക്കും ഉണ്ടാവും. ഡോട്ടഡ് ലൈൻസ് ആക്കിയാലും കുഴപ്പമില്ല, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ദെൻ സെൻറ്റർ O ആണ്. സെൻറ്റർ ഓയിലേക്ക് ജോയിൻ ചെയ്തു. OA OC ജോയിൻ ചെയ്തു. ആംഗിൾ AOC ഞാൻ X എന്നെടുത്തു. ആംഗിൾ AOC X എന്നെടുത്തു. ആംഗിൾ AOC ഞാൻ എന്തെടുത്തു? X. കൺസിഡർ സെൻട്രൽ ആംഗിൾ AOC X. ദെൻ ആംഗിൾ ADC എത്രയായിരിക്കും വരിക? പറഞ്ഞോളൂ, പറയൂ മക്കളെ. ½ X പഠിച്ചതല്ലേ? സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫാണ് റിമൈനിങ് പാർട്ടിൽ വരുന്നത്. ഹാഫ് തിയറം യൂസ് ചെയ്ത് അവിടെ ½ X. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരിക? ഈ ആംഗിളിൽ എന്തായിരിക്കും വരിക? എങ്ങനെയാണ് വരിക? അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ? 180 മൈനസ് ½ X പഠിച്ചതല്ലേതാ? ഇങ്ങനൊരു കേസാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചത് അത് എക്സ്. ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ ½ X. ഇവിടെ എന്താ വരിക? 180 മൈനസ് ½ X. ഈ 180 മൈനസ് ½ X എങ്ങനെയാണ് ശരിക്കും കിട്ടുന്നതെന്നറിയോ? ഈ ആംഗിളിൻ്റെ ഹാഫാണ് വരിക. അതാ ഇത് റിഫ്ലക്സ് ആംഗിൾ AOC ആണ് അല്ലേ? ഇത് എത്ര ഡിഗ്രി ആയിരിക്കും വരിക? റിഫ്ലക്സ് ആംഗിൾ AOC പറഞ്ഞോളി. കൺസിഡർ ആംഗിൾ AOC X അല്ലേ? ഇത് എത്ര വരിക? 360 മൈനസ് X. റിഫ്ലക്സ് ആംഗിൾ AOC 360 മൈനസ് X. റിഫ്ലക്സ് ആംഗിളെ കുറിച്ച് ഞാൻ പറഞ്ഞതാണല്ലോ. 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ, ലെസ് ദാൻ 90 acute ആംഗിൾ, മോർ ദാൻ 90 ഒബ്റ്റ്യൂസ്, 180 സ്ട്രെയിറ്റ് ആംഗിൾ, മോർ ദാൻ 180 റിഫ്ലക്സ് ആംഗിൾ. ഇൻ ബിറ്റ്വീൻ 180 ആൻഡ് 360 ആർ കോൾഡ് റിഫ്ലക്സ് ആംഗിൾ. അപ്പോൾ 360 മൈനസ് X ആണിത് വരിക. അതിൻ്റെ ഹാഫാണ് 180 മൈനസ് ½ X. 360 മൈനസ് Xൻ്റെ പകുതി എടുത്താൽ 180 മൈനസ് ½ X.
ഇനി ഇത് രണ്ടും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കി. ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു ഹാഫ് എക്സ് പ്ലസ് 180 മൈനസ് ഹാഫ് എക്സ്. മൈനസ് ഹാഫ് എക്സും പ്ലസ് ഹാഫ് എക്സും കട്ട് ചെയ്തു. ദാറ്റ് ഇസ് ഈക്വൽ ടു 180. ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽസ് ആർ സപ്ലിമെൻ്ററി. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽസ് ആർ സപ്ലിമെൻ്ററി. പിന്നെ ഇത് പ്രൂഫ് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ആംഗിൾ എ പ്ലസ് ആംഗിൾ സി 180 ആയിരിക്കും അല്ലേ? പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി ആണെങ്കിൽ അതർ പെയേഴ്സ് ആർ സപ്ലിമെൻ്ററി തന്നെ പ്രത്യേകം പറയണ്ട. ടോട്ടൽ 360 വരിക. 360 180 പോയാൽ റിമൈനിങ് ആംഗിൾസ് 180 തന്നെയാണ് കിട്ടുക. ചെറിയ പ്രൂഫാണ് അതിന്. എഴുതി വെക്കുക. ഇൻ ദി ഫിഗർ എ സർക്കിൾ വിത്ത് സെൻറ്റർ ഒ, a circle with the center O, ABCD is a quadrilateral. 4 points on the circle. ABCD is a quadrilateral. 4 points on the circle. അല്ലെങ്കിൽ ABCD is a cyclic quadrilateral. ABCD is a cyclic quadrilateral. Join OA and OC. OA and OC. OA and OC join ചെയ്തു. Consider angle AOC, central angle AOC x degree. Consider central angle AOC x degree. Then reflex angle AOC. അതിൻ്റെ അടുത്ത് തന്നെ എഴുതി വെക്കുക. Reflex angle AOC 360 minus x. 360 minus x. Therefore, angle D equal to half x. Bracket half theorem. Angle B is equal to half into 360 minus x. 180 minus half x. Half theorem. Half into 360 minus x. അതായത് 360 minus x by 2. അതിൻ്റെ ഹാഫ് എത്രയാണ്? 180 minus half x. Then angle B plus angle D. Half x plus 180 minus half x. ഡിയും ബി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലൊന്നും കുഴപ്പമില്ല. ഹാഫ് എക്സും 180 മൈനസ് ഹാഫ് എക്സും ആഡ് ചെയ്താൽ ഹാഫ് എക്സ് ക്യാൻസൽ. ദാറ്റ് ഈസ് 180. അടിയിൽ എഴുതി വെക്കുക. ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽസ് ആർ സപ്ലിമെൻ്ററി. ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽസ് ആർ സപ്ലിമെൻ്ററി. അപ്പോൾ ഈ 5 പോയിൻ്റ് നമ്മൾ എഴുതി വെച്ചു. അതിലൊരൊറ്റ പ്രൂഫാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചത്. ഏതാണ് ആ പ്രൂഫ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽസ് ആർ സപ്ലിമെൻ്ററി. വളരെ പ്രധാനപ്പെട്ട ഒരൊറ്റ പ്രൂഫ് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് പ്രൂഫ് ലെസ് ദാൻ 180 മോർ ദാൻ 180 കേസുകളൊന്നും നമുക്കൊരു പ്രൂഫിൻ്റെ ആവശ്യമേ ഇല്ല. അപ്പോൾ 5 പോയിൻ്റ് അതിൽ ഒരൊറ്റ പ്രൂഫ് ഉണ്ടാക്കി. എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽസ് ആർ ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽസ് ആർ സപ്ലിമെൻ്ററി. ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽസ് ആർ സപ്ലിമെൻ്ററി. ഓക്കെ, ഞാൻ എഴുതിപ്പിക്കുക പ്രൂഫ് എഴുതിപ്പിക്കും. അപ്പോൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ എ ക്വാഡ്രിലാറ്ററൽ 4 vertices on the circle, that is called cyclic quadrilateral. Pair of opposite angles are supplementary. Such type of quadrilaterals are called cyclic quadrilateral. ഇനി ഒരു സർക്കിൾ വരച്ച് 4 പോയിൻ്റ് ഓൺ ദി സർക്കിൾ ആണെങ്കിൽ അത് പ്രത്യേകം പറയണ്ട. ഇറ്റ് ഇസ് എ സൈക്ലിക് ആണത്. ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചിട്ട് അതിൽ ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സൈക്ലിക്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ആക്ടിവിറ്റി 1 പ്രൂഫാണ്. എന്താണ് ആക്ടിവിറ്റി 1? പ്രൂവ് ദാറ്റ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽസ് ആർ സപ്ലിമെൻ്ററി എന്ന് പ്രൂഫ് ഉണ്ടാക്കി വെച്ചു. ആക്ടിവിറ്റി 2. Prove that an isosceles trapezium is a cyclic. Prove that an isosceles trapezium is a cyclic. Prove that an isosceles trapezium is a cyclic. Cyclic. What is mean by isosceles trapezium? ആർക്ക് പറയാൻ പറ്റും? വാട്ട് ഇസ് മീൻ ബൈ ഐസോസ്ലെസ് ട്രപ്പീസിയം? ഐസോസ്ലെസ് ട്രപ്പീസിയം ഈസ് എ ട്രപ്പീസിയം നോൺ പാരലൽ സൈഡ്സ് ആർ ഈക്വൽ ആൻഡ്
base angles are equal. Non-parallel side, ഈ non-parallel sides equal and base angles are equal. Such type of trapeziums are called isosceles trapezium. അപ്പോൾ നിങ്ങൾക്ക് സാർ എന്താ trapezium? A trapezium is a four-sided quadrilateral, four-sided polygon. Pair of opposite sides are parallel and other pairs are non-parallel. Non-parallel sides are equal, that is called isosceles trapezium. അപ്പോൾ ഇവിടെ എ ബി സി ഡി ഒരു ഐസോസ്ലെസ് ട്രപ്പീസിയം ആണ്. എൻ ഐസോസ്ലെസ് ട്രപ്പീസിയം, പ്രൂവ് ദാറ്റ് എൻ ഐസോസ്ലെസ് ട്രപ്പീസിയം ഈസ് എ സൈക്ലിക് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? പ്രൂവ് ദാറ്റ് എൻ ഐസോസ്ലെസ് ട്രപ്പീസിയം ഈസ് എ സൈക്ലിക്. അപ്പോൾ സൈക്ലിക് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെൻ്ററി ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതിന് പറഞ്ഞിട്ടൊന്നുമില്ല, പ്രൂഫ് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് എന്താ പറയാം? ഇൻ ദി ഫിഗർ എഴുതി വെക്കുക. ഇൻ ദി ഫിഗർ എ ബി സി ഡി ഈസ് എൻ ഐസോസ്ലെസ് ട്രപ്പീസിയം. എ ബി സി ഡി ഈസ് എൻ ഐസോസ്ലെസ് ട്രപ്പീസിയം. ഐസോസ്ലെസ് ട്രപ്പീസിയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ എയും ആംഗിൾ ബിയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഐസോസ്ലെസ് ട്രപ്പീസിയത്തിന് ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളും ഈക്വൽ ആയിരിക്കും. ഞാനിവിടെ പറയുന്നു ഇൻ ആൻ ഐസോസ്ലെസ് ട്രപ്പീസിയം ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180. ഈ ആംഗിളും 180 ആണ്. എന്താ? കോ ഇൻറ്റീരിയർ ആംഗിൾസ് പാരലൽ ആണ്. ടു പെയർ ഓഫ് പാരലൽ ലൈൻസ് കട്ട് എനി ട്രാൻസ്വേഴ്സൽ കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. 7th ലൈൻസ് ആൻഡ് ആംഗിൾസ് പഠിക്കുന്നുണ്ട്, 8th പഠിക്കുന്നുണ്ട്, 9th പഠിക്കുന്നുണ്ട്, ഇപ്പോൾ 10th പഠിക്കുന്നു. കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി 180 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആംഗിൾ ബി ആംഗിൾ സി, അതും ശരിയാണ്. ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. ഞാൻ ഇതിലേതെങ്കിലും ഒരു കേസിൽ ആംഗിൾ ബി പ്ലസ് ആംഗിൾ സിയോ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡിയോ ഞാൻ എടുക്കുക. ഞാൻ ആംഗിൾ എക്ക് പകരം ഞാൻ എന്താ കൊടുക്കാൻ പോകുന്നതെന്ന് അറിയോ? ആംഗിൾ ബി. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി ബ്രാക്കറ്റിൽ എഴുതി വെക്കുക. എന്താണ്? ഐസോസ്ലെസ് ട്രപ്പീസിയം. ഞാൻ ഫസ്റ്റത്തെ ഇക്വേഷൻ 1 ആക്കി വെച്ചു, സെക്കൻഡ് ഇക്വേഷൻ 2 ആക്കി വെച്ചു, തേർഡ് ഇക്വേഷൻ നമ്പർ 3 ആക്കി വെച്ചു. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇൻ ദി ഫിഗർ എ ബി സി ഡി ഈസ് എൻ ഐസോസ്ലെസ് ട്രപ്പീസിയം. Then angle A plus angle D equal to 180. Supplementary. Co-interior angles are supplementary. Then B plus C equal to 180. Co-interior angles are supplementary. Angle A equal to angle B. Isosceles trapezium. Base angles equal ആണ്. ഞാൻ സെക്കൻഡും ഫസ്റ്റും തേർഡ് ഇക്വേഷനും കൺസിഡർ ചെയ്യാം. ഇക്വേഷൻ 1 and 3. ഫ്രം ഇക്വേഷൻ 1 and 3 ഞാൻ അതിൽ എക്ക് പകരം ബി എന്ന് കൊടുക്കുക. ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180. ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180. ഇനി ഇക്വേഷൻ നമ്പർ 2ഉം 3 എടുത്ത് കൊടുത്താലോ? ബിക്ക് പകരം എ കൊടുത്താലും മതി അല്ലേ? അത് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അവിടെ എന്താ കിട്ടുക? എ ഈക്വൽ ടു ബി എടുത്തിട്ട് ഇക്വേഷൻ നമ്പർ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ വരിക? ബിക്ക് പകരം എ കൊടുക്കുക. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180. ആംഗിൾ ബിയും ആംഗിൾ ഡിയും 180, ആംഗിൾ എയും ആംഗിൾ സിയും 180. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. എ ബി സി ഡി ഈസ് എ സൈക്ലിക്. Any isosceles trapezium is cyclic. അല്ലേ? ഏതൊരു ഐസോസ്ലെസ് ട്രപ്പീസിയം എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് സെക്കൻഡ് ആക്ടിവിറ്റിയാണ്. പ്രൂവ് ദാറ്റ് പ്രൂവ് ദാറ്റ് an isosceles trapezium is cyclic എന്നാണ്. In the figure ABCD is an isosceles trapezium. Angle A plus angle D 180 degree. Co-interior angles are supplementary. Angle B plus angle C 180. Equation number 2. Co-interior angles are supplementary. Angle A plus angle B. Adjacent angle means base angles are equal. Isosceles ആവുമ്പോഴേ പറ്റുള്ളൂ. Then from 1 and 3, 1ഉം 3ഉം നോക്കുമ്പോൾ എക്ക് പകരം ബി കൊടുത്തു. ബി പ്ലസ് ഡി ഈക്വൽ ടു 180. ഫ്രം 2 and 3 ബിക്ക് പകരം എ കൊടുത്തു. എ പ്ലസ് സി ഈക്വൽ ടു 180.
Therefore, pair of opposite angles are supplementary. ABCD is cyclic. അടിയിൽ എഴുതിക്കുക, all isosceles trapeziums are cyclic. All isosceles trapeziums are cyclic. All isosceles trapeziums are cyclic. Isosceles ആയതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്? സൈക്ലിക് ആയത്. Isosceles trapeziums are cyclic. അപ്പോൾ രണ്ടാമത്തെ ആക്ടിവിറ്റി പഠിച്ചു. അപ്പോൾ ട്രപ്പീസിയത്തിൽ അതിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്തൊക്കെ കേസ് പറയാം? 4 vertices on a circle, cyclic quadrilateral. Opposite angles are supplementary, quadrilateral is called cyclic. And isosceles trapeziums are cyclic. അല്ലേ? All isosceles trapeziums are cyclic. പിന്നെ റെക്റ്റാങ്കിൾ സൈക്ലിക് അല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾ 180 അല്ലേ? റെക്റ്റാങ്കിൾ. സ്ക്വയർ സൈക്ലിക് അല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ 180. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ 180 വരുന്നത് ഏതൊക്കെയാണ്? റെക്റ്റാങ്കിൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്, സ്ക്വയർ സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്, ആൻഡ് ഐസോസ്ലെസ് ട്രപ്പീസിയം സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി വരികയാണെങ്കിൽ അത് സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. 4 vertices ഓൺ എ സർക്കിൾ, ഓൺ ദി സർക്കിൾ ആണെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. 5 ടൈപ്പിൽ നമുക്കതിനെ സൈക്ലിക് ക്വാഡ്രിലാറ്ററിനെ വെരിഫൈ ചെയ്ത് വെക്കാൻ പറ്റും. അടുത്തത് ആക്ടിവിറ്റി 3. ആക്ടിവിറ്റി 3, കാൽക്കുലേറ്റ് ദി ആംഗിൾസ് ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ. കാൽക്കുലേറ്റ് ദി ആംഗിൾസ് ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ ഇൻ ദി പിക്ചർ ആൻഡ് ഓൾസോ ദി ആംഗിൾസ് ബിറ്റ്വീൻ ദെയർ ഡയഗണൽസ്. ആൻഡ് ഓൾസോ ദി ആംഗിൾസ് ബിറ്റ്വീൻ ദെയർ ഡയഗണൽസ്. And also the angles between their diagonals. അപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുക. അതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. പല പ്രോപ്പർട്ടി ഇതിൽ അപ്ലൈ ചെയ്യേണ്ടി വരും. എ ബി സി ഡി ഫിഗർ ക്വസ്റ്റ്യനിലുള്ളതാണ്, ഗിവൺ ഫിഗറാണ്. ഡയഗണൽ ജോയിൻ ചെയ്തു. ഡയഗണൽ ജോയിൻ ചെയ്തു. ഇവിടെ ഒരു 50 ഡിഗ്രി തന്നിട്ടുണ്ട്. പിന്നെ തന്നത് ഇവിടെ ഒരു 30 ഡിഗ്രിയും ഉണ്ട്. പിന്നെ തന്നിരിക്കുന്നത് ഇവിടെ ഒരു 45 ഡിഗ്രി കാണുന്നുണ്ട്. വേറെ ഒന്നും തന്നിട്ടില്ല. കാൽക്കുലേറ്റ് ഓൾ ആംഗിൾസ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ഇൻ ദി പിക്ചർ എന്നാണ് ക്വസ്റ്റ്യൻ. ദെൻ ആംഗിൾ ബിറ്റ്വീൻ ദി ഡയഗണൽ. ഈ ഡയഗണലിൻ്റെ ബിറ്റ്വീനിൽ ഈ ചുറ്റും വരുന്ന ആംഗിളും കണ്ടുപിടിക്കണം. അപ്പോൾ ആ ഫിഗർ എടുത്ത് നമ്മൾ വരച്ചു അല്ലേ? ABCD is a cyclic quadrilateral. 4 points on a circle അല്ലേ? എല്ലാ പോയിൻറ്റും സർക്കിളിലാണ് വരുന്നത്. സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. ഇനി നമുക്ക് ഓരോ ആംഗിളും സെയിം സെഗ്മെൻറ്റിൽ ആംഗിൾ വരുന്ന ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ മാച്ച് ചെയ്യണം. ഞാൻ കൺസിഡർ ചെയ്യുന്ന ഫസ്റ്റ് കോഡ് AB കൺസിഡർ ചെയ്യുക. AB, ബാക്കിയുള്ള കോഡൊക്കെ മനസ്സിൽ ഒഴിവാക്കുക. ഈ AB മാത്രം കണ്ണിലേക്ക് വരിക. AB കോഡാക്കുമ്പോൾ അതിൻ്റെ ലാർജർ പാർട്ട് സെഗ്മെൻറ്റ് ഇത്രയും വരുന്നുണ്ട് അല്ലേ? ഇങ്ങനെ വരുന്നതാണ്. ഈ മൊത്തമായിട്ട് വരുന്നതാണ് ലാർജർ പാർട്ട്. AB മാത്രമേ നമ്മളെ മനസ്സിലുള്ള കോഡ്. ആ ആംഗിളിൻ്റെ സെയിം സെഗ്മെൻറ്റ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു നോക്കുക. എ സ്റ്റാർട്ട് ചെയ്യുന്നത് എയിൽ, ദെൻ ഡി ADB, ആംഗിൾ ADB ഈക്വൽ ടു, ദെൻ എയിൽ തന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ആംഗിൾ ACB. ആംഗിൾ ADB ഈക്വൽ ടു ആംഗിൾ ACB ആണ്. ADB ഈക്വൽ ACB. ആംഗിളിൻ്റെ സെയിം സെഗ്മെൻറ്റ്. ഒരേ സെഗ്മെൻറ്റിൽ ആംഗിൾ നമ്മൾ പഠിച്ചതാണ് നേരത്തെ. ഒരു സർക്കിൾ വരച്ച് അത് ഒരേ സെഗ്മെൻറ്റിൽ ആംഗിൾ എത്ര വരച്ച് കഴിഞ്ഞാലും നമുക്ക് എന്താണ് കിട്ടുക? സെയിം ആണ് എന്ന് എഴുതി വെച്ചതാണ്. ഇഷ്ടം പോലെ വരയ്ക്കാൻ പറ്റുന്ന എഴുതി വെച്ചതാണ്. ഭാഗ്യത്തിന് 2 ആംഗിളും തന്നിട്ടില്ല, സന്തോഷം. അപ്പോൾ AB കോഡിനെ കൺസിഡർ ചെയ്ത് മനസ്സിൽ നിന്ന് AB അങ്ങോട്ട് മായ്ച്ചു. അടുത്ത BC നമ്മളെ മനസ്സിലേക്ക് തെളിഞ്ഞു വരണം. നല്ല രീതിയിൽ തെളിഞ്ഞു വന്നു. BCനെ മനസ്സിൽ കാണുക, ബാക്കിയൊക്കെ മനസ്സിൻ്റെ അകത്തുനിന്ന് പോക്കുക. B സ്റ്റാർട്ട് ചെയ്തു. BAC, ആംഗിൾ BAC ഈക്വൽ ടു എത്രയാണ് വരുന്നത്? BDC, ആംഗിൾ BDC. BAC ആൻഡ് BDC
ഒരേ സെഗ്മെൻറ്റിൽ വരുന്നതാ. ഈ ബി സി വരുമ്പോൾ ഇത്രയും ഭാഗമാണ് അതിൻ്റെ സെഗ്മെൻറ്റ് വരുന്നത്, ഇത്രയും ഭാഗം. അപ്പോൾ ബി എ സി ആൻഡ് ബി ഡി സി ഇവിടെ 50 ഡിഗ്രി എന്ന് എഴുതണം. ആംഗിൾ ബി എ സി ഈക്വൽ ടു ആംഗിൾ ബി ഡി സി 50 ഡിഗ്രി. ആംഗിൾ ഇൻ എ സെയിം സെഗ്മെൻറ്റ് അതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതുക. ഫസ്റ്റ് തന്നെ ബ്രാക്കറ്റിൽ എഴുതി വെക്കുക ആംഗിൾ ഇൻ എ സെയിം സെഗ്മെൻറ്റ്, ആംഗിൾ ഇൻ എ സെയിം സെഗ്മെൻറ്റ്. ടച്ച് ചെയ്ത് ഇങ്ങനെ നോക്കിയാൽ മതി, കൈയിൻ്റെ വിരൽ പോകുന്നത് നോക്കുക. ബി എ സി ആൻഡ് ബി ഡി സി. ബിയിൽ സ്റ്റാർട്ട് ചെയ്ത് സിയിൽ എൻഡ് ചെയ്യണം. നേരത്തേത് എയിൽ സ്റ്റാർട്ട് ചെയ്ത് ബിയിൽ എൻഡ് ചെയ്യണം. അങ്ങനെ വരുന്ന 2 കേസ്. അപ്പോൾ ഒരാംഗിൾ ഇവിടെ കിട്ടി. അടുത്ത സി ഡി നോക്കുക. സി ഡി ബി ഡി ആംഗിൾ സി ബി ഡി ഈക്വൽ ടു ദാ സിയിൽ സ്റ്റാർട്ട് ചെയ്തു, ബിയിൽ ടച്ച് ചെയ്തു, ഡിയിൽ എൻഡ് ചെയ്തു. സി ബി ഡി ആൻഡ് സി നേരെ ഇങ്ങനെ വന്നു, നേരെ വന്നിട്ട് സിയിൽ ടച്ച് ചെയ്ത് ഇങ്ങനെ പോരുക. സി ബി ഡി എഴുതി, സി ബി ഡി കഴിഞ്ഞ് പിന്നെ നേരെ ഇങ്ങനെ പോതാ സി എ ഡി. ഇങ്ങനെ നോക്കിയിട്ട് കളിക്കേണ്ട, ബുക്ക് വേണം തിരിച്ചേക്ക. ഇതാ സി എ ഡി ഈക്വൽ സി ബി ഡി, സി എ ഡി ഈക്വൽ സി ബി ഡി. സി ബി ഡി എത്രയാ? 45. അപ്പോൾ സി എ ഡി എത്ര വരും? 45. ആംഗിൾ ഇൻ എ സെയിം സെഗ്മെൻറ്റ്. അവിടെ ഒരു ആംഗിളും കൂടി കിട്ടി. ഇതൊക്കെ പിക്ചറിൽ എഴുതി വെക്കുക. ആദ്യം എ ബി കൺസിഡർ ചെയ്തു, ആ സെയിം സെഗ്മെൻറ്റിൽ വരുന്ന 2 ആംഗിൾ ഉണ്ടാക്കി. ദെൻ ബി സി കൺസിഡർ ചെയ്തു, സെയിം സെഗ്മെൻറ്റിൽ വരുന്ന 2 ആംഗിൾ ഉണ്ടാക്കി. സി ഡി കൺസിഡർ ചെയ്തു, സെയിം ആംഗിളിൽ വരുന്ന 2 ആംഗിൾസ് ഉണ്ടാക്കി. അതൊക്കെ പിക്ചറിൽ എഴുതിയും വെക്കുക. തന്ന ആംഗിള് പെന്ന് കൊണ്ട് എഴുതുക. ക്വസ്റ്റ്യനിൽ തന്ന ആംഗിള് കണ്ടുപിടിക്കുന്ന, നമ്മൾ ഓരോ ആംഗിളിനെ സെയിം സെഗ്മെൻറ്റിൽ കണ്ടുപിടിക്കുന്ന ആംഗിൾസ് പെൻസിൽ കൊണ്ട് എഴുതുക. കാരണം ഒന്ന് തെറ്റിയാൽ ഒന്ന് റബ്ബ് ചെയ്യണമെങ്കിൽ. അടുത്തത് എ ഡി ആണ്. കോഡ് എ ഡി. എ ഡി വരുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ്, ഓപ്പോസിറ്റ് സെഗ്മെൻറ്റ് ഏതാ വരുന്നത്? ഇത്രയും ഭാഗം ഓപ്പോസിറ്റ് പാർട്ടാണ്. അതിൽ ആംഗിൾ ഏതാ? എയിൽ സ്റ്റാർട്ട് ചെയ്തോളി. എ ബി ഡി, ആംഗിൾ എ ബി ഡി ഈക്വൽ ടു എയിൽ സ്റ്റാർട്ട് ചെയ്തോളി സി എ സി ഡി, ആംഗിൾ എ സി ഡി. എ ബി ഡി ഈക്വൽ എ സി ഡി. പറഞ്ഞേ, എ ബി ഡി ഈക്വൽ എ സി ഡി. എത്രയാണത്? 2 എത്ര ഡിഗ്രിയാ? 30 ഡിഗ്രി. എ സി ഡി 30 ആണ്. അപ്പോൾ എ ബി ഡി എത്ര വരും? 30 ഡിഗ്രി. അപ്പോൾ ഓരോ കോഡിനെ കൺസിഡർ ചെയ്ത് അതിൻ്റെ റിമൈനിങ് സെഗ്മെൻറ്റിലെ ആംഗിൾസ് കണ്ടുപിടിക്കലാണ് ഫസ്റ്റ് പരിപാടി. അപ്പോൾ ഞാനൊന്നുകൂടി പറയാം. കൺസിഡർ കോഡ് എ ബി, ആംഗിൾ എ ഡി ബി ആൻഡ് ആംഗിൾ എ സി ബി ആർ ഈക്വൽ ആംഗിൾ ഇൻ എ സെയിം സെഗ്മെൻറ്റ്. അടുത്ത കൺസിഡർ കോഡ് ബി സി, ആംഗിൾ ബി എ സി ഈക്വൽ ടു ബി ഡി സി, ആംഗിൾ ഇൻ എ സെയിം സെഗ്മെൻറ്റ് 50 ഡിഗ്രിയാണ്. ദെൻ കൺസിഡർ കോഡ് സി ഡി, സി ബി ഡി ആൻഡ് സി എ ഡി, ആംഗിൾ ഇൻ എ സെയിം സെഗ്മെൻറ്റ് എത്രയാ? 45 ഡിഗ്രി. ദെൻ കൺസിഡർ കോഡ് എ ഡി. ഈ കോഡിനെ എ ബി ഡി ഈക്വൽ എ സി ഡി എത്ര ഡിഗ്രിയാ? 30 ഡിഗ്രി, ആംഗിൾ ഇൻ എ സെയിം സെഗ്മെൻറ്റ്. അപ്പോൾ ഒരു സർക്കിളിനെ 4 കോഡ് ടച്ച് ചെയ്തിട്ടാണ് ക്വാഡ്രിലാറ്ററൽ ഉണ്ടാക്കിയത്. അപ്പോൾ കൺസിഡർ, ഓരോ കോഡിനെയും കൺസിഡർ ചെയ്ത് റിമൈനിങ് പാർട്ട് വെച്ച് അതിൽ ഓരോ ആംഗിൾസും കണ്ടുപിടിച്ച് നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ ക്വാഡ്രിലാറ്ററിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആയോ നോക്ക്. ഈ ആംഗിൾ ഇവിടെ കിട്ടിയേ, ബി കിട്ടും, എയും കിട്ടും. ഇനി നമുക്ക് എന്താ വേണ്ടത്? സിയും ഡിയും കണ്ടുപിടിക്കണം. സിയും ഡിയും കണ്ടുപിടിക്കണം അല്ലേ? ബി പ്ലസ് ഡി 180 അല്ലേ മക്കളെ? ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. ബി എത്രയാ? 30 + 45 75 പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180, ആംഗിൾ ഡി ഈക്വൽ ടു 180 - 75 105 ഡിഗ്രി. ഓക്കെ. അടുത്തത് നമുക്ക് എന്താ പറയുക? എയും സിയും സപ്ലിമെൻ്ററി അല്ലേ? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180. എ എത്രയാണ് മക്കളെ? 50 + 45 95
പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180, ആംഗിൾ സി ഈക്വൽ ടു 180 മൈനസ് 95, 85 ഡിഗ്രി. എത്ര കിട്ടി? 85 ഡിഗ്രി. ഇനി ക്വാഡ്രിലാറ്ററിൻ്റെ എല്ലാ ആംഗിളും കിട്ടിയല്ലോ നമുക്ക്. ആംഗിൾ എ 45 പ്ലസ് 50 90 ഡിഗ്രി, ആംഗിൾ ബി 30 പ്ലസ് 45 75 ഡിഗ്രി, ആംഗിൾ സി 85 ഡിഗ്രി, ആംഗിൾ ഡി 105 ഡിഗ്രി എന്നടിയിൽ വളരെ വൃത്തിയാക്കി എഴുതി വെച്ചാട്ടെ. ക്വാഡ്രിലാറ്ററിൻ്റെ ഫുൾ ആംഗിൾസ് കണ്ടുപിടിച്ച് വെച്ചാട്ടെ. എല്ലാ ആംഗിളും ക്വാഡ്രിലാറ്ററിൻ്റെ കണ്ടുപിടിച്ചാട്ടെ. ക്വാഡ്രിലാറ്ററിൻ്റെ ഫുൾ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താ കാണാൻ പറഞ്ഞാൽ അതിൽ വേറെന്തോ ഒരു ക്വസ്റ്റ്യൻ കൂടി അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ അതിൽ ഇനി കാണാൻ പറഞ്ഞത്? പറഞ്ഞാട്ടെ. എത്ര മക്കളെ? 95, 75, 85, 105 ക്വാഡ്രിലാറ്ററിൻ്റെ ഫുൾ ആയിട്ട് കിട്ടി. ഇനി ആംഗിൾ ബിറ്റ്വീൻ പറഞ്ഞാട്ടെ. ആംഗിൾ ബിറ്റ്വീൻ ഡയഗണൽസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ ബിറ്റ്വീൻ ഡയഗണൽസ്. എങ്ങനെയാണ് ആംഗിൾ ബിറ്റ്വീൻ ഡയഗണൽസ് വരുന്നത്? ആംഗിൾ ബിറ്റ്വീൻ ഡയഗണൽസ്, ഞാനിവിടെ ഡയഗണൽസിൽ ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിൻ്റ് O ആക്കി എടുക്കുക. ഇവിടെ 50 ഈ ഒരു ട്രയാങ്കിൾ നോക്ക്, ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിളിനൊന്ന് കൺസിഡർ ചെയ്ത് നോക്കി. ഇവിടെ ആംഗിൾ 50, ഇവിടെ 30 അപ്പോൾ ആംഗിൾ COD എത്രയാണ് വരിക? ഈ COD 180 മൈനസ് 50 പ്ലസ് 30 100 ഡിഗ്രി. 100 ഡിഗ്രി അല്ലേ വരിക? പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ടോ മക്കളെ? സം ഓഫ് ദി ആംഗിൾ ഓഫ് ട്രയാങ്കിൾ എത്ര ഡിഗ്രിയാണോ? 180 ഡിഗ്രി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് COD കണ്ടുപിടിച്ചൂടെ? ആംഗിൾ COD ഈക്വൽ ടു 180 മൈനസ് 50 പ്ലസ് 30 180 മൈനസ് 80 100 ഡിഗ്രി. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ആംഗിൾ AOB വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ 100, ഇവിടെയും 100 വരും. ഈ ആംഗിൾ എത്രയായിരിക്കും? 80 ലീനിയർ പെയർ. ആംഗിൾ BOC 80 ഡിഗ്രി. അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ AOD എത്രയായിരിക്കും? ആംഗിൾ AOD 80 ഡിഗ്രി. ആംഗിൾ ബിറ്റ്വീൻ ഡയഗണൽ എത്ര ഡിഗ്രിയാ? 80 ഡിഗ്രി 100 ഡിഗ്രി 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 80 ഡിഗ്രി 100 ഡിഗ്രി. അപ്പോൾ എഴുതി വെച്ചല്ലോ, എല്ലാ സാധനങ്ങളും എഴുതി വെച്ചല്ലോ, എല്ലാ ആംഗിൾസും കണ്ടുപിടിച്ചല്ലോ, എല്ലാം പെർഫെക്റ്റ് ആക്കി വെച്ചല്ലോ. ഏതൊക്കെ പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്തു? ആംഗിളിൻ്റെ സെയിം സെഗ്മെൻറ്റ് പ്രോപ്പർട്ടി. പിന്നെയോ ലീനിയർ പെയർ ആംഗിൾ പ്രോപ്പർട്ടി, സം ഓഫ് ദി ആംഗിൾ ഓഫ് ട്രയാങ്കിൾ, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ പ്രോപ്പർട്ടി. ഒന്ന് വാച്ച് ചെയ്ത് നോക്ക്, എല്ലാവരും വാച്ച് ചെയ്ത് നോക്ക്. ഓരോ കേസും വാച്ച് ചെയ്തോളൂ. എല്ലാ കേസും വാച്ച് ചെയ്യുക. എല്ലാ കേസും വാച്ച് ചെയ്തിട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം. വളരെ സിംബോളിക്കലായിട്ട് നമ്മളതിനെ വാച്ച് ചെയ്ത് കണ്ടുപിടിക്കണം കേട്ടോ. ഓക്കെ. ആംഗിളിൻ്റെ സെയിം സെഗ്മെൻറ്റ്, ഓരോ സെഗ്മെൻറ്റിലെ ആംഗിളൊക്കെ ആദ്യം മാർക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അപ്ലൈ ചെയ്തു. അതിനുശേഷം മിസ്സിങ് ആംഗിൾസ് എല്ലാം കണ്ടുപിടിച്ചു. ക്വാഡ്രിലാറ്ററൽ വരുന്നത് 95, 75, 105, 85 ആംഗിൾസൊക്കെ കിട്ടി. പിന്നെ നമുക്ക് ആംഗിൾ ബിറ്റ്വീൻ ഡയഗണൽസ് ആണ്. ഇവിടെ 100, അതിൻ്റെ ഓപ്പോസിറ്റ് 100, ഇവിടെ 80, 80. ഇതൊക്കെ ഫിഗറിൽ എഴുതി വെച്ചാലും മതി. എന്നിട്ട് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ആക്ടിവിറ്റി എഴുതി വെച്ചു. മൂന്നാമത്തെ ആക്ടിവിറ്റി വളരെ വൃത്തിയായിട്ട് ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയാണ് ഈ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ കേസ് കേട്ടോ. ആംഗിളിൻ്റെ സെയിം സെഗ്മെൻറ്റ്, പിന്നീട് അപ്ലൈ ചെയ്തത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, പിന്നീട് ആംഗിൾ സം പ്രോപ്പർട്ടി, പിന്നീട് ലീനിയർ പെയർ ആംഗിൾ പ്രോപ്പർട്ടി. അടുത്ത ആക്ടിവിറ്റി 4. Activity 4. Prove that any outer angle of a cyclic quadrilateral is equal to the inner angle at the opposite vertex. അവർ സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. ആ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ ഏതെങ്കിലും ഒരു വെർട്ടെക്സിൻ്റെ ഔട്ടർ ആംഗിൾ ABC
ഇ ഇവിടെ ഈ ഔട്ടർ ആംഗിള് ഈസ് ഈക്വൽ ടു ഈസ് ഈക്വൽ ടു ഇന്നർ ആംഗിൾ അറ്റ് ദി ഓപ്പോസിറ്റ് വേർട്ടെക്സ്. ഈ ആംഗിളിന് ഈക്വൽ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ആംഗിൾ സി ബി ഇ ഈക്വൽ ടു ആംഗിൾ ഡി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നോക്കാം, ഞാനിവിടെ എ ബി സി ഡി ഇസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണല്ലോ അല്ലേ. ആംഗിൾ ഡി പ്ലസ് ആംഗിൾ എ ബി സി ഈക്വൽ ടു 180. ഇക്വേഷൻ നമ്പർ 1. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. ഈ ആംഗിളും എ ബി സി എന്ന ആംഗിളും കൂടി ആഡ് ചെയ്താൽ 180 ആണ്. അതെന്തിനാ എ ബി സി എന്ന് പറഞ്ഞത്? ഇവിടെ 2 ആംഗിൾ ഉള്ളത് കൊണ്ടാണ് എ ബി സി എന്ന് പറഞ്ഞത് കേട്ടോ. ഇവിടെ ഡി മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഡി പറഞ്ഞത്. അടുത്തത് ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ സി ബി ഇ ഈക്വൽ ടു 180 അല്ലേ. അതെന്തായിരിക്കും റീസൺ? ഇക്വേഷൻ നമ്പർ 2. ലീനിയർ പെയർ. ദാ ഈ ആംഗിളും കൂടി ആഡ് ചെയ്താൽ 180 ഡിഗ്രിയാണ്. എന്താ റീസൺ? ലീനിയർ പെയർ. ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ സി ബി ഇ ഈക്വൽ ടു 180 ഡിഗ്രി ലീനിയർ പെയർ. ഇനി ഇക്വേഷൻ 1 and 2ൻ്റെ RHS റൈറ്റ് സൈഡ് നോക്കൂ. രണ്ടും 180 അല്ലേ. ഞാൻ അതിനെ ലെഫ്റ്റ് സൈഡ് ഈക്വൽ എന്ന് പറഞ്ഞ് എഴുതാൻ പോവുകയാണ്. ആംഗിൾ ഡി പ്ലസ് ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ സി ബി ഇ. എ ബി സി ക്യാൻസൽ ചെയ്തു. ആംഗിൾ ഡി ഈക്വൽ ടു ആംഗിൾ സി ബി ഇ. ആംഗിൾ ഡി ഈക്വൽ ടു ആംഗിൾ സി ബി ഇ. ഇൻ എനി സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ exterior angle of one vertex is equal to opposite interior angle. അതല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്? പ്രൂവ് ദാറ്റ് എനി ഔട്ടർ ആംഗിൾ, എക്സ്റ്റീരിയർ ആംഗിൾ എന്നാണ് ഔട്ടർ ആംഗിൾ ഓഫ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഈസ് ഈക്വൽ ടു ഇന്നർ ആംഗിൾ അറ്റ് ദി ഓപ്പോസിറ്റ് വേർട്ടെക്സ്. ഓപ്പോസിറ്റ് വേർട്ടെക്സിലെ ഇന്നർ ആംഗിളിന് ഈക്വൽ ആണ്. ഏതൊക്കെ പ്രോപ്പർട്ടി അവിടെ അപ്ലൈ ചെയ്തു? ദാ ഡി പ്ലസ് എ ബി സി 180 ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ദെൻ ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ സി ബി ഇ 180 ലീനിയർ പെയർ ആംഗിൾ. ബോത്ത് ആർ ഈക്വൽ. രണ്ടും 180 ആയതുകൊണ്ട് രണ്ടും ഈക്വൽ എന്ന് പറഞ്ഞ് എഴുതി. കട്ട് എ ബി സി കട്ട് എ ബി സി കട്ട് എ ബി സി കട്ട് എ ബി സി എ ബി സി കട്ട് ചെയ്തു. ആംഗിൾ ഡി ഈക്വൽ ടു ആംഗിൾ സി ബി ഇ. ചെറിയൊരു ആക്ടിവിറ്റി അല്ലേ. നല്ലൊരു ആക്ടിവിറ്റിയാണ് അല്ലേ. നല്ല ആക്ടിവിറ്റിയാണ്. ബൈ ഹാർട്ട് പഠിക്കേണ്ട ആക്ടിവിറ്റിയാണ്. ടോപ്പിക്ക് വളരെ വൃത്തിയായിട്ട് അങ്ങ് പഠിച്ചു വെച്ചോളണം. ഈ ഡിസ്കഷനൊക്കെ ഇത് ഡയറക്റ്റ് എഴുതിപ്പിക്കലാണ് പരിപാടി. ഇത് നേരിട്ട് എഴുതിപ്പിക്കലാണ് ഡിസ്കഷനിൽ പരിപാടി കേട്ടോ. അടുത്തത് പ്രൂവ് ദാറ്റ് എ പാരലലോഗ്രാം വിച്ച് ഈസ് നോട്ട് എ റെക്റ്റാങ്കിൾ ഈസ് നോട്ട് സൈക്ലിക്. പ്രൂവ് ദാറ്റ് എ പാരലലോഗ്രാം വിച്ച് ഈസ് നോട്ട് എ റെക്റ്റാങ്കിൾ ഈസ് നോട്ട് സൈക്ലിക്. ഒരു പാരലലോഗ്രാം റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ അത് സൈക്ലിക് അല്ല എന്നാണ് പറയുന്നത്. നോട്ട് എ റെക്റ്റാങ്കിൾ ഈസ് നോട്ട് എ സൈക്ലിക് എന്നാണ്. ഞാനൊരു പാരലലോഗ്രാം വരച്ചു, എന്നിട്ട് പറയാണ് ഇഫ് പാരലലോഗ്രാം എ ബി സി ഡി ഈസ് സൈക്ലിക് എന്നാണ് പറയാം. പാരലലോഗ്രാം എ ബി സി ഡി ഈസ് സൈക്ലിക്. ഒരു പാരലലോഗ്രാം വരയ്ക്കുക. പാരലലോഗ്രാം എ ബി സി ഡി ഈസ് സൈക്ലിക്. സൈക്ലിക് ആണെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി 180 ആയിരിക്കുമല്ലോ, ഈക്വൽ ടു 180. ഇതൊരു പാരലലോഗ്രാം ആണല്ലോ. ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആയിരിക്കുമല്ലോ അല്ലേ. ഇഫ് എ ബി സി ഡി ഈസ് എ സൈക്ലിക് എന്ന് കൺസിഡർ ചെയ്യുക. ഇഫ് എ ബി സി ഡി ഈസ് എ സൈക്ലിക്, ദെർഫോർ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180. ഓപ്പോസിറ്റ് ആംഗിൾ ആർ സപ്ലിമെൻ്ററി. അടുത്തത് ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി. ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് പാരലലോഗ്രാം ആർ ഈക്വൽ. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് പാരലലോഗ്രാം. ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്തതുകൊണ്ട് എയും സിയും ഈക്വൽ ആണ്. എ പ്ലസ് സി 180 കിട്ടണം. എയും സിയും ഈക്വൽ ആണ്. എ പ്ലസ് സി 180 കിട്ടണം. അപ്പോൾ ആംഗിൾ എ എത്ര വരണം? 90 ഡിഗ്രി. ആംഗിൾ സി എത്ര വരണം? 90 ഡിഗ്രി. ദെർഫോർ എ ബി സി ഡി ഈസ് നോട്ട് എ റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളിൽ മാത്രമേ 90 ആവുള്ളൂ. ദെർഫോർ then ABCD is not a cyclic. ആദ്യം നമ്മൾ സൈക്ലിക് ആണെന്ന് പറയാം, പിന്നെ നമ്മൾ പറയാം സൈക്ലിക് അല്ല എന്ന്. അതാണ് അതിൻ്റെ കോൺട്രഡിക്ഷനാണത്. കോൺട്രഡിക്ഷനാണ്. ഇത് വെച്ചാട്ടെ. ഇൻ ദി ഫിഗർ
ABCD is a cyclic. Consider ABCD is cyclic. Angle A plus angle C 180 degree bracket the cyclic quadrilateral. Angle A equal to angle C, opposite angle of parallelogram. Angle A equal to 90, angle C equal to 90. That is parallelogram has to be a rectangle. Parallelogram has to be a rectangle. That is non-rectangular parallelograms. Non-rectangular parallelograms are not a cyclic quadrilateral. Non-rectangular parallelogram are not a cyclic quadrilateral. അതാണ് ഇവിടെ പറഞ്ഞത്. എന്ത്? Prove that parallelogram which is not a rectangle is not a cyclic. Parallelogram റെക്റ്റാങ്കിൾ അല്ലാത്ത ഒരു പാരലലോഗ്രാം സൈക്ലിക് അല്ല. റെക്റ്റാങ്കിൾ ആയത് മാത്രമേ സൈക്ലിക് ആവുള്ളൂ അല്ലേ? അതാണ് നമ്മൾ പോയിൻ്റ് എഴുതി വെച്ചത്. അപ്പോൾ അടിയിൽ എഴുതി വെക്കുക, ലാസ്റ്റ് എഴുതി വെക്കുക എന്ത്? AC equal to C 90 ഡിഗ്രി എന്ന് എഴുതി വെച്ചു. ദാറ്റ് ഈസ് പാരലലോഗ്രാം ഹാസ് ടു ബി എ റെക്റ്റാങ്കിൾ. ഈ ഒരു പാരലലോഗ്രാം എങ്ങനെ കിട്ടുകയാണ്? റെക്റ്റാങ്കിൾ ആവണം. ഫുൾ സ്റ്റോപ്പ്. ദാറ്റ് ഈസ് non-rectangular parallelogram are not a cyclic quadrilateral. Non-rectangular parallelogram are not cyclic quadrilateral. Rectangle അല്ലാത്ത പാരലലോഗ്രാം ഒന്നും സൈക്ലിക് അല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. കോമൺലി ചിന്തിക്കേണ്ടത് A plus C. ഞാൻ പറയുന്നു ഇഫ് ABCD is a cyclic, A plus C 180, A and C are equal, A 90, C 90. The given parallelogram is not a rectangle. Simple ആയിട്ട് പറയാം. The given parallelogram is not a rectangle. Therefore, it is not a cyclic. Simple ആയിട്ട് പറയാം. ഇത് റെക്റ്റാങ്കിൾ അല്ല. റെക്റ്റാങ്കിൾ ആണെങ്കിലോ 90 90 ആവുള്ളൂ. റെക്റ്റാങ്കിൾ ആണെങ്കിലല്ലേ 90 90 ആവുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് എ സൈക്ലിക് എന്ന് എഴുതി വെക്കാം. അപ്പോൾ ഏത് മാത്രമേ സൈക്ലിക് ആവുള്ളൂ? റെക്റ്റാങ്കിൾ ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. സ്ക്വയർ ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. റെക്റ്റാങ്കിൾ പാരലോഗ്രാണ്. All rectangles are parallelogram, but all parallelogram is not a rectangle. All square is a parallelogram, but all parallelogram is not a square. അപ്പോൾ സൈക്ലിക് വരുന്ന ഏതൊക്കെയാ? റെക്റ്റാങ്കിൾ ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, സ്ക്വയർ ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, isosceles trapezium is a cyclic quadrilateral, opposite angles are supplementary is a cyclic quadrilateral, four vertices on a circle that quadrilateral are called cyclic quadrilateral. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ ആക്ടിവിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ്. അത് സിമ്പിളാക്കിയ ഒരു കോൺട്രഡിക്ഷനിലൂടെയാണ് നമ്മൾ അതിനെ പ്രൂഫ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി എഴുതി വെക്കുക എല്ലാവരും. അടുത്ത നെക്സ്റ്റ് ആക്ടിവിറ്റി എഴുതി വെക്കുക. പ്രൂവ് ദാറ്റ്, ഒക്കെ ബൈ ഹാർട്ട് ആക്കേണ്ടതാണ്. പ്രൂവ് ദാറ്റ് any non-isosceles trapezium is not cyclic. Prove that any non-isosceles trapezium is not cyclic. Any non-isosceles trapezium is not cyclic. Isosceles trapezium cyclic ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നോൺ ഐസോസ്ലെസ് ട്രപ്പീസിയം നോട്ട് സൈക്ലിക് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുക. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ല, ഒരു ട്രപ്പീസിയം വരയ്ക്കുക. ABCD ഇസ് എ ട്രപ്പീസിയം. ഇത് നോൺ ഐസോസ്ലെസ് ട്രപ്പീസിയാണ്. അപ്പോൾ ഈ ആംഗിളും സെയിം ആവില്ല. ആംഗിൾ A നോട്ട് ഈക്വൽ ടു ആംഗിൾ B ആണ്. Then ABCD is a non-isosceles trapezium. Isosceles അല്ല, non-isosceles trapezium. Then angle A plus angle D 180. Co-interior angles are supplementary. ട്രപ്പീസിയത്തിനൊക്കെ സെയിം, കാരണം പാരലൽ ലൈൻസ് ആണ്. Pair of opposite sides are parallel, other pairs are non-parallel. That is called trapezium. ഇതൊരു ട്രപ്പീസിയമാണ്, ഐസോസ്ലെസ് ട്രപ്പീസിയം അല്ല. Then for angle A plus angle D 180. Co-interior angles are equal. Angle A not equal to angle B. Angle Aയും angle Bയും എന്തല്ല? ഈക്വൽ അല്ല. ആംഗിൾ Aയും Bയും ഈക്വൽ അല്ലാതെ എക്ക് പകരം B കൊടുക്കാൻ പറ്റുമോ? Therefore angle B plus angle D not equal to 180. ആംഗിൾ എക്ക് പകരം B കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് Bയും Dയും ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തല്ല? സപ്ലിമെൻ്ററി അല്ല. എഴുതി വെച്ചാൽ മതി. In the figure
ABCD is a non-isosceles trapezium. Non-isosceles trapezium. Angle A plus angle D 180 degree co-interior angles are supplementary. Angle A not equal to angle B. Therefore, angle B plus angle D not equal to 180. Angle B plus angle D not equal to 180. That is, opposite angles of quadrilateral are not cyclic. ABCD is not a cyclic quadrilateral. Opposite angle of quadrilateral are not supplementary. Not cyclic no varenda, not supplementary. Therefore, ABCD is not a cyclic quadrilateral. Opposite angle of quadrilateral are not supplementary. Therefore, ABCD is not a cyclic quadrilateral. ഇതെന്തല്ല സൈക്ലിക് അല്ല മക്കളെ, അല്ല. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. അതിൻ്റെ ഫിഗർ ഞാൻ ആദ്യം വരച്ചു വെച്ചതാണ്. കുറച്ച് ടഫുള്ള ഫിഗറാണ്. ആ ക്വസ്റ്റ്യൻ എഴുതുക, എന്നിട്ട് ആ ഫിഗർ വരയ്ക്കുന്നത് കാണിച്ചു തരാം. ഇൻ ദി പിക്ചർ bisectors of adjacent angles of a quadrilateral ABCD intersect at P, Q, R, S. Prove that PQRS is a cyclic quadrilateral. PQRS is a cyclic quadrilateral. എന്താ പറഞ്ഞത്? ദ പിക്ചർ ബൈസെക്ടേഴ്സ് ഓഫ് അഡ്ജസൻറ്റ് ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ABCD. ABCD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററലിൻ്റെ അഡ്ജസൻറ്റ് ആംഗിളിൻ്റെ ബൈസെക്ടർ ഇതാ. ഈ ആംഗിളിൻ്റെ ബൈസെക്ടർ ഇങ്ങോട്ടേക്ക് വരച്ചു, ഈ ആംഗിളിൻ്റെ ബൈസെക്ടർ ഇങ്ങോട്ടേക്ക് വരച്ചു. ദെൻ അതേപോലെ അവിടുന്ന് ഡീൻ്റെ ബൈസെക്ടർ ഇങ്ങോട്ടേക്ക് വരച്ചു, സീൻ്റെ ബൈസെക്ടർ ഇങ്ങോട്ടേക്ക് വരച്ചു. ബൈസെക്ടേഴ്സ് ജോയിൻ ചെയ്ത പോയിൻ്റ് PQRS ആണ്. ഈ ഷെയ്ഡ് ചെയ്ത ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 59 5ാമത്തെ പ്രോബ്ലമാണ്. അത് നിങ്ങൾ വരച്ചു വെക്കുക, നോക്കിയിട്ട് വരച്ചു വെക്കുക. 59 5th പ്രോബ്ലമാണ് കേട്ടോ. ഇവിടെ നോക്കുക, ABCD is a quadrilateral. ബൈസെക്ടേഴ്സ് ഓഫ് അഡ്ജസൻറ്റ് ആംഗിൾസ് ആർ constructed opposite side, then meet at a point PQRS, then PQRS is a cyclic quadrilateral. Let us consider angle A. ഞാൻ ആംഗിൾ എനെ 2A എന്നെടുത്തു. സ്മോൾ ലെറ്റർ 2A, സ്മോൾ ലെറ്റർ A ആണ് 2A. ആംഗിൾ B 2B, ആംഗിൾ C 2C, ആംഗിൾ D 2D. ആംഗിൾ A 2A, ആംഗിൾ B 2B, ആംഗിൾ C 2C, ആംഗിൾ D 2D. അപ്പോൾ അവിടെ സ്പ്ലിറ്റ് ചെയ്ത് വന്നാൽ A B C D. B C D. B C D. അതെങ്ങനെയാണ്? ബൈസെക്ടറാണ്. ഇവിടെയും ബൈസെക്ടർ. അപ്പോൾ ആംഗിൾ ബൈസെക്ടർ ആയതുകൊണ്ട് 2A B C D എന്നെടുക്കുക. ഇനി ഇവിടെ നോക്കൂ, ട്രയാങ്കിൾ ASD നോക്കുക. അതിന് ASD കൺസിഡർ ചെയ്യുന്നതിന് മുമ്പേ A പ്ലസ് B പ്ലസ് C പ്ലസ് D എത്രയാണ് വരിക? ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C പ്ലസ് ആംഗിൾ D 360 ഡിഗ്രി. സം ഓഫ് ആംഗിൾ ഓഫ് ക്വാഡ്രിലാറ്ററൽ 360 ഡിഗ്രി. 2A പ്ലസ് 2B പ്ലസ് 2C പ്ലസ് 2D ഈക്വൽ ടു 360. എല്ലാത്തിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ബൈ 2 ചെയ്താൽ A പ്ലസ് B പ്ലസ് C പ്ലസ് D 180. അതാദ്യം കണ്ടുവെക്കുക. ഇൻ ദി ഫിഗർ ABCD is a quadrilateral, then adjacent bisector of adjacent angles construct ചെയ്തിരിക്കുന്നില്ല. quadrilateral ABCD, bisectors of adjacent angles of the quadrilateral ABCD intersect PQRS. then PQRS is a parallelogram എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. then consider angle A 2A, angle B 2B, angle C 2C, ആംഗിൾ D 2D. പ്രൂഫിന് വേണ്ടി നമുക്ക് എന്തും കൺസിഡർ ചെയ്യാം. ദെൻ A പ്ലസ് B പ്ലസ് C പ്ലസ് D എന്ന് പറയുന്നത് എന്ത് വന്നു? 360 ആയിട്ട് വന്നു. ദെൻ 2A ബൈ ഓൾ ടേംസ് 2A പ്ലസ് 2B പ്ലസ് 2C പ്ലസ് 2D 360, ഓൾ ടേംസ് ഡിവൈഡഡ് ബൈ 2, A പ്ലസ് B പ്ലസ് C പ്ലസ് D 180 അവിടെ വെച്ചു. ദെൻ കൺസിഡർ ട്രയാങ്കിൾ ASD. ASD കണ്ണുറന്നും ഇങ്ങോട്ട് നോക്കുക. ASD നോക്കിയേ, ASD നോക്കിയേ, ASD നോക്കുക.
എ ഡി ഇവിടെ ഉണ്ട്, എസ് എത്രയായിരിക്കും വരിക? ആംഗിൾ എ എസ് ഡി ഈക്വൽ ടു 180 മൈനസ് എ പ്ലസ് ഡി, സം ഓഫ് ആംഗിൾ ഓഫ് ട്രയാങ്കിൾ 180. ഈ കഷ്ണം എ ആണ്, ഈ കഷ്ണം ഡി ആണ്, ഇത് എ ആണ്. 180 മൈനസ് എ പ്ലസ് ഡി, എ എസ് ഡി കിട്ടും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇതും 180 മൈനസ് എ എസ് ഡി അല്ലേ വരിക? ഇത് 180 മൈനസ് എ പ്ലസ് ഡി. ഈ ആംഗിൾ എത്ര വരിക? ആംഗിൾ എസ് ഈക്വൽ ടു 180 മൈനസ് എ പ്ലസ് ഡി. അവിടെ വെക്കുക, ഇക്വേഷൻ നമ്പർ 1. ആ പി ക്യു ആർ എസ് ആയതുകൊണ്ട് അതിന് എസ് എന്ന് പറഞ്ഞാൽ മതി. അതിൻ്റെ അപ്പുറത്ത് വരുന്നതിന് എ എസ് ഡി എന്ന് പറയാം. അതേപോലെ ട്രയാങ്കിൾ ഏത് നോക്കുക? ബി സി ക്യു നോക്കുക. ഇൻ ട്രയാങ്കിൾ ബി സി ക്യു, ബി സി ക്യു, അതിലെ ആംഗിൾ ആരാ? ഇവിടെ സിയും ബി അല്ലേ വരുന്നത്? അപ്പോൾ ആംഗിൾ ബി ക്യു സി എത്ര വരും മക്കളെ? ബി ക്യു സി ഈക്വൽ ടു 180 മൈനസ് സി പ്ലസ് ബി. ബിയും സിയും രണ്ട് ആംഗിൾ ഉണ്ട്. അപ്പോൾ ബി ക്യു സി എന്ന് പറയുന്നത് എന്താ വരിക? ബി ക്യു സി എന്ന് പറഞ്ഞാൽ 180 മൈനസ് ബി പ്ലസ് സി. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ക്യു എത്ര വരും? ഈ ഉള്ളിലുള്ള ആംഗിൾ ക്യു ഈക്വൽ ടു 180 മൈനസ് സി പ്ലസ് ബി, ഇക്വേഷൻ നമ്പർ 2. ആ രണ്ട് ആംഗിൾ കണ്ടുപിടിച്ചേ. ഇനി എന്താ ചെയ്യേണ്ടത്? ആ രണ്ടും കൂടി സം ചെയ്താൽ ക്യൂവും എസ്സും സപ്ലിമെൻ്ററി ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം സൈക്ലിക്കാന്ന് പറയാം. ക്യൂവും എസ്സും കൂടി ആഡ് ചെയ്ത് നോക്കുക അല്ലേ? ആഡ് ചെയ്യാം. ഇവിടെ ഒരു സാധനം ഉണ്ട്, നമുക്ക് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി 180 എന്ന് കണ്ടു വെച്ചിട്ടുണ്ട്. അതിവിടെ ആവശ്യം വരും. എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ഈക്വൽ ടു 180 ഓൾറെഡി കണ്ടു വെച്ചിട്ടുണ്ട് ഫസ്റ്റ് തന്നെ. ദെൻ ആംഗിൾ എസ് പ്ലസ് ആംഗിൾ ക്യൂ, ഈ രണ്ട് ആംഗിളും കൂടി ആഡ് ചെയ്യാൻ പോവുക. ആംഗിൾ എസ് എത്രയാണ് മക്കളെ? 180 മൈനസ് എ പ്ലസ് ഡി. ആംഗിൾ ക്യൂ എത്രയാ? 180 മൈനസ് സി പ്ലസ് ഡി. ബ്രാക്കറ്റ് ക്യാൻസൽ ചെയ്യുക. 180 മൈനസ് ഇൻറ്റു എ മൈനസ് ഇൻറ്റു ഡി മൈനസ് ഡി, 180 മൈനസ് ഇൻറ്റു സി മൈനസ് ഇൻറ്റു ഡി മൈനസ് ഡി. 180 360 മൈനസ് മൊത്തം കോമൺ ആക്കി എടുക്കുക. എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ബി ആണ് ഇവിടെ. 180 മൈനസ് സി പ്ലസ് ബി ആണ്, ഞാൻ ബി എഴുതിയ മാറിപ്പോയതാണ്. ദെൻ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി 360. 180 360 മൈനസ് ടേക്കിംഗ് ഔട്ട്സൈഡ് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ഇൻസൈഡ്. എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എത്രയാണ് നേരത്തെ നമ്മൾ എഴുതി വെച്ചത്? 180. 360 മൈനസ് 180 എത്ര ഡിഗ്രി കിട്ടി? 180 ഡിഗ്രി. കുറച്ച് വലിയൊരു പ്രൂഫാണ്, ശ്രദ്ധിച്ചാൽ മതി, വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. ഇൻ ദി ഫിഗർ എ ബി സി ഡി ഇസ് എ ക്വാഡ്രിലാറ്ററൽ. Bisector of adjacent angles of quadrilateral meet at point PQRS. Then PQRS is a cyclic quadrilateral. അതാണ് നമുക്ക് പ്രൂഫ് ഉണ്ടാക്കേണ്ടത്. Then consider angle A 2A, angle B 2B, angle C 2C, angle D 2D. A plus B plus C plus D 360, 2A plus 2B plus 2C plus 2D 360, all terms divided by 2, A plus B plus C plus D is equal to 180. അവിടെ വെച്ചു. Then consider triangle ASD. എയും ഡിയും ഇവിടെ ഉണ്ട്. അപ്പോൾ തേർഡ് ആംഗിൾ എത്രയാണ് വരിക? 180 മൈനസ് എ പ്ലസ് ഡി. അതിൻ്റെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആണ് ഇപ്പുറം വരിക. ആംഗിൾ എസ് ഈക്വൽ ടു 180 മൈനസ് എ പ്ലസ് ഡി, ഇക്വേഷൻ നമ്പർ 1. ഓരോ ലോജിക്കും പച്ച വെള്ളമാക്കിയിട്ടാണ് പറയുന്നത്. ദെൻ കൺസിഡർ ട്രയാങ്കിൾ ബി സി ക്യൂ. ഇവിടെ സിയും ഉണ്ട് ബിയും ഉണ്ട്. ആംഗിൾ ബി ക്യു സി എത്ര വരിക? ബി ക്യു സി ഈക്വൽ ടു 180 മൈനസ് സി പ്ലസ് ബി. ആംഗിൾ ക്യൂ അതിൻ്റെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആണ് ഇപ്പുറം വരുന്നത്. ആംഗിൾ ക്യൂ സി ഈക്വൽ ടു 180 മൈനസ് സി പ്ലസ് ബി, ഇക്വേഷൻ നമ്പർ 2. എസ്സും ക്യൂവും കൂടി തമ്മിൽ ആഡ് ചെയ്താൽ ഞാൻ പോരെ? എസ് ആൻഡ് ക്യൂ ആഡ് ചെയ്താൽ എത്ര വരും? 180 മൈനസ് എ പ്ലസ് ഡി പ്ലസ് 180 മൈനസ് സി പ്ലസ് ബി. ബ്രാക്കറ്റ് സോൾവ് ചെയ്യുക. മൈനസ് എ മൈനസ് ഡി മൈനസ് സി മൈനസ് ബി. 180 360. എല്ലാത്തിലും നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് ടേക്കിംഗ് ഔട്ട്സൈഡ് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ്. ആദ്യം ഓർഡറിൽ എഴുതിയെന്നുള്ളൂ. എ ആദ്യം എഴുതി, പിന്നെ ബി എഴുതി, പിന്നെ സി എഴുതി, പിന്നെ ഡി എഴുതി. എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എത്രയാ? 180. 360 മൈനസ് 180 എത്ര? 180 ഡിഗ്രി. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. PQRS is a cyclic quadrilateral. Opposite angles are supplementary. PQRS is a cyclic quadrilateral.
അപ്പോൾ ഈ ടോപ്പിക്കിൽ പ്രൂഫ് ഉൾപ്പെടുന്ന ഒരു 6-7 ആക്ടിവിറ്റിയാണ് ബൈ ഹാർട്ട് പഠിക്കേണ്ട സാധനമാണിത്. ഇത് ബൈ ഹാർട്ട് പഠിക്കാൻ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ വരയ്ക്കലും കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണത്. അടുത്തത് ആക്ടിവിറ്റി എണ്ണമൊക്കെ നിങ്ങൾ നോക്കിക്കൂടെ, 2 ആക്ടിവിറ്റിയും കൂടിയുള്ളത്. The two circles below intersect at P and P, Q, intersect at P, Q, and lines through these points meet the circle at A, B, C, D. Full stop. The lines AC and BD are not parallel. Parallel alla. Prove that if these lines are of equal length, then ABCD is a cyclic quadrilateral. ABCD is a cyclic quadrilateral. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ഫിഗർ വരയ്ക്കുക. ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഫിഗർ അവർ ഓൾറെഡി തന്നിട്ടുണ്ട്, വരച്ച് വെക്കുക. തന്നിരിക്കുന്ന ഫിഗറിൽ ABCD, A, B, C, D ജോയിൻ ചെയ്തിരിക്കുന്നത് PQ ആണ് ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ABCD ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എന്തൊക്കെയാണ് അവിടെ കണ്ടീഷൻ പറയുന്നത്? 2 സർക്കിൾസ് ബിലോ ഇൻ്റർസെക്റ്റ് P and Q. പിയിലും ക്യൂയിലും ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്നു. ദെൻ മീറ്റ് അറ്റ് എ സർക്കിൾ ABCD, അതെല്ലാം കൂടി ABCD ആണ് അവിടെ മീറ്റ് ചെയ്തിരിക്കുന്നു. ലൈൻസ് ത്രൂ ദ പോയിൻറ്റ്സ് മീറ്റ് അറ്റ് ദി സർക്കിൾസ് അറ്റ് ABCD. AC ആൻഡ് BD, AC എന്ന് പറയുന്ന ലൈനും BD എന്ന് പറയുന്ന ലൈനും നോട്ട് പാരലൽ ആണ്, പാരലൽ അല്ല. AC ആൻഡ് BD നോട്ട് പാരലൽ. ദെൻ പ്രൂവ് ദാറ്റ് ദീസ് ലൈൻസ് ആർ ഓഫ് ഈക്വൽ ലെങ്ത്ത്. ഈ ലൈൻസ് ഈക്വൽ ലെങ്ത്ത് ആണെങ്കിൽ, അതായത് AC ആൻഡ് BD ഈക്വൽ ലെങ്ത്ത് ആണെങ്കിൽ ABCD ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്നാണ്. ABCD സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. AC ആൻഡ് BD ഈക്വൽ ലെങ്ത്ത് ആണ്. അപ്പോൾ അടിയിൽ എഴുതി ഞാനൊരു പ്രൂഫ് ഉണ്ടാക്കുകയാണ്. കൺസിഡർ ആംഗിൾ എ. ഈ ആംഗിൾ എനെ ഞാൻ എക്സ് ആയിട്ട് എടുക്കുക. നമുക്ക് എന്ത് വേണേലും എക്സ് ആക്കി എടുക്കുക. ആംഗിൾ എ എക്സ് ആക്കി എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ PQB എത്രയായിരിക്കും മക്കളെ? ആംഗിൾ PQB ആർക്ക് പറയാൻ പറ്റും? PQB എത്രയാ? ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ? 180 മൈനസ് എക്സ്. 180 മൈനസ് എക്സ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. എക്സ് ആണ് ഇവിടെ 180 മൈനസ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? PQD 180 മൈനസ് എക്സ്. ലീനിയർ പെയർ 180 മൈനസ് 180 പ്ലസ് എക്സ്. 180 ക്യാൻസൽ ചെയ്ത് ഇത് എക്സാണ് വരിക. അല്ലടോ, ലീനിയർ പെയർ അല്ലേ? ലീനിയർ പെയർ അല്ലേ മക്കളെ? അത് ലീനിയർ പെയർ ആണ്. കാരണം ഇത് രണ്ടും 180 ആണ് വരിക. ഒന്ന് 180 മൈനസ് എക്സ് ആണ്, അതിൻ്റെ തൊട്ടപ്പുറത്ത് എക്സ്. ഇത് എക്സ് ആണ്. ആംഗിൾ സി എത്രയാണ് വരിക? ആംഗിൾ സി ഈക്വൽ ടു 180 മൈനസ് എക്സ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. അപ്പോൾ പ്രൂഫ് ഉണ്ടാക്കണം. കൺസിഡർ എഴുതി വെക്കുക. ഇൻ ദി ഫിഗർ 2 circles intersect at point P and Q. 2 circles intersect point P and Q. Join PQ. We get 2 cyclic quadrilateral. ഒരു സൈക്ലിക്കും ഇവിടെ ഒരു സൈക്ലിക് quadrilateral. Consider angle A x degree. Angle PQB equal to 180 minus x. ബ്രാക്കറ്റിൽ opposite angles are supplementary. അടുത്ത ലൈനിൽ ആംഗിൾ PQD equal to 180 minus x. ലീനിയർ പെയർ, that is x degree. Angle C equal to 180 minus x. Opposite angles are supplementary. ഇവിടെ എക്സ് ആകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെൻ്ററി.
ഇനി എയും സിയും കൂടി ഒന്ന് ആഡ് ചെയ്യുക. ഇത് 180 മൈനസ് എക്സ്. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എക്സ് പ്ലസ് 180 മൈനസ് എക്സ്. എക്സ് കട്ട് ചെയ്ത് 180 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ രണ്ടും സപ്ലിമെൻ്ററി ആണല്ലോ. കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. എ ബി പാരലൽ സി ഡി അടിയിൽ എഴുതി വെക്കുക. കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. എ ബി പാരലൽ സി ഡി. എ ബി പാരലലിന് സിമ്പിൾ ഇട്ടാൽ മതി. എ ബി പാരലൽ സി ഡി. അപ്പോൾ ഇത് രണ്ടും പാരലലാണ്. എ സിയും ബി ഡിയും ഈക്വലാന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്ത് ട്രപ്പീസി ആയിരിക്കും? ഐസോസ്ലെസ് ട്രപ്പീസി ആയിരിക്കും. ദെർഫോർ ഐസോസ്ലെസ് ട്രപ്പീസിയംസ് ആർ സൈക്ലിക്. അടിയിൽ എഴുതി വെക്കണം. എ പ്ലസ് സി കിട്ടി. എക്സ് പ്ലസ് 180 മൈനസ് എക്സ് 180 ഡിഗ്രി. കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. എ ബി പാരലൽ സി ഡി. ദെർഫോർ എ സി ഈക്വൽ ടു ബി ഡി. എ സി ഈക്വൽ ടു ബി ഡി അവർ പറഞ്ഞിട്ടുണ്ട്. ഗിവൺ എ സി ഈക്വൽ ടു ബി ഡി. എ ബി സി ഡി ഈസ് an isosceles trapezium. ABCD is an isosceles trapezium. Therefore, it is cyclic. Therefore, it is cyclic. Therefore, it is cyclic. എഴുതി വെക്കുക. ABCD is an isosceles trapezium. ഐസോസ്ലെസ് ട്രപ്പീസിയം എന്താണെന്ന് നമ്മൾ ആദ്യം പ്രൂഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈക്ലിക്കാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഓവറിലായിട്ട് പറയാം, സ്പീഡിലായിട്ട് പറയാം. നോക്കിക്കോളൂ. Then in the figure, then join PQ, we get two cyclic quadrilateral. Consider angle x, then opposite angle PQB 180 minus x, then adjacent angle PQD x linear pair. These opposite angles are supplementary. Then angle C 180 minus x, opposite angles are supplementary. A plus C വരുന്നത് 180 ആണ്. x plus 180 minus x കട്ട് ചെയ്ത് 180 ഡിഗ്രി. എ പ്ലസ് സി വരുന്നത് 180 വരുന്നത്. നമുക്ക് കണ്ടുപിടിച്ചു. എക്സ് പ്ലസ് 180 മൈനസ് എക്സ് 180 ഡിഗ്രി. എന്താണ്? കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. സി ഡി ആൻഡ് എ ബി ആർ പാരലൽ. ദീസ് ടു സൈഡ്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ സി ആൻഡ് ബി ഡി ആർ ഈക്വൽ. ഗിവൺ എ ബി പാരലൽ ടു സി ഡി പ്രൂഫ് കണ്ടുപിടിച്ചു. ദെൻ എ ബി സി ഡി ഈസ് ആൻ ഐസോസ്ലെസ് ട്രപ്പീസിയം. ഓൾ ഐസോസ്ലെസ് ട്രപ്പീസിയം ആർ സൈക്ലിക്. ഓൾ ഐസോസ്ലെസ് ട്രപ്പീസിയംസ് ആർ സൈക്ലിക്. അതിൽ പിന്നെ വെറൈറ്റി ഒന്നും ഉണ്ടാക്കാനില്ല. എല്ലാ ഐസോസ്ലെസ് ട്രപ്പീസിയം എന്താണ്? ക്ലിക്ക് 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 സൈക്ലിക്. ഓൾ ഐസോസ്ലെസ് ട്രപ്പീസിയംസ് ആർ സൈക്ലിക്. ലാസ്റ്റ് വൺ. In the picture, the circles on the left and right intersect the middle circle at P, Q, R, S. The lines joining them meet the left and right circles at A, B, C, D. Prove that ABDC is a cyclic quadrilateral. ABDC is a cyclic quadrilateral. ചെറിയൊരു പ്രൂഫാണ്. ഇപ്പം ശരിയായി തരാം കേട്ടോ. വരച്ചോളി. ഇപ്പം ശരിയായി തരാം. ഫിഗർ വരയ്ക്കുക. ആദ്യം ലാർജർ സർക്കിള്, പിന്നെ റേഡിയസ് കുറഞ്ഞ സർക്കിള്, പിന്നെ അതിൻ്റെ തൊട്ടടുത്ത സർക്കിൾ. അങ്ങനെ വരച്ചാലുള്ള ജോയിൻ്റ് ആയി കിട്ടുള്ളൂ. ഇതിൻ്റെ 3 വെർട്ടെക്സിലും കൂടെ ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റിലൂടി ജോയിൻ ചെയ്തു. ഇവിടെ കിട്ടി. എന്താ വരയ്ക്കേണ്ടത്? എ ബി, അവിടെ സി ഡി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പി ക്യു ആർ എസ് ജോയിൻ ചെയ്യുക. ഡോട്ടർ ലൈൻസ് ആവട്ടെ അല്ലെങ്കിൽ അല്ലാത്ത ലൈൻസ് ആവട്ടെ, എന്തേ ആവട്ടെ, ജോയിൻ ചെയ്തു. എ ബി ഡി സി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്നാണ് പറയുന്നത് അല്ലേ? എ ബി ഡി സി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ക്വസ്റ്റ്യനും ഫിഗറും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് തരാം. ഇൻ ദി പിക്ചർ, ഓക്കെ, ദ പിക്ചർ, ദി സർക്കിൾസ് ഓൺ ദി ലെഫ്റ്റ് ആൻഡ് റൈറ്റ്
ഇൻ്റർസെക്ട് ദി മിഡിൽ സർക്കിൾ അറ്റ് മിഡിൽ സർക്കിൾ ഇൻ്റർസെക്ട് ചെയ്തിരിക്കുന്നു, PQRS ഇൻ്റർസെക്ട് ചെയ്തിരിക്കുന്നു. ആൻഡ് ദി ലൈൻസ് ജോയിനിങ് ദ മീറ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സർക്കിൾ, ഈ ലൈന് ഇങ്ങോട്ടേക്കും ജോയിൻ ചെയ്തു മീറ്റ് ചെയ്തു ABCD. ആ ABDC എന്ന് പറയുന്നത് എന്താണെന്ന് പ്രൂവ് ചെയ്യണം? ABDC ഇസ് എ സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. ദെൻ ലെറ്റ് കൺസിഡർ ആംഗിൾ AX, ആംഗിൾ PQB. കണ്ണ് തുറക്കണേ, ഞാൻ എല്ലാ ആംഗിളും പറയുന്നുണ്ട്. 180 - X. ആംഗിൾ PQS, ഇവിടെ ലീനിയർ പെയർ ആയതുകൊണ്ട് X അങ്ങനെ എഴുതിയാൽ മതി, ലീനിയർ പെയർ. ഇത് സപ്ലിമെൻ്ററി, ഓപ്പോസിറ്റ് ആംഗിൾ ആർ സപ്ലിമെൻ്ററി, ഇതിന് ലീനിയർ പെയർ. ദെൻ ആംഗിൾ PRS എന്ന് പറഞ്ഞാൽ മതി. ആംഗിൾ PRS ഈക്വൽ ടു 180 - X സപ്ലിമെൻ്ററി. ആംഗിൾ SRC, ഇവിടെ 180 - X ആണെങ്കിൽ ഇവിടെ എത്ര വരിക? X ലീനിയർ പെയർ. അങ്ങനെയാണെങ്കിൽ ആംഗിൾ D എത്ര വരിക? 180 - X സപ്ലിമെൻ്ററി. ഇത് പിക്ചറിൻ്റെ മുകളിൽ തന്നെ ആദ്യം മാർക്ക് ചെയ്ത് വെച്ച് കണ്ടുപിടിച്ചാലും മതി. കൺസിഡർ ആംഗിൾ AX, ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെൻ്ററി 180 - X, അഡ്ജസൻ്റ് ആംഗിൾസ് ആർ ലീനിയർ പെയർ 180, അപ്പോൾ ഇവിടെ X, ദെൻ ഓപ്പോസിറ്റ് ആംഗിൾ 180 - X, അഡ്ജസൻ്റ് ആംഗിൾ ലീനിയർ പെയർ, ദെൻ ഓപ്പോസിറ്റ് ആംഗിൾ 180 - X. ABDCയിൽ എയും ഡിയും ഓപ്പോസിറ്റ് ആംഗിൾ ഒന്ന് ആഡ് ചെയ്ത് നോക്കി. ആംഗിൾ A പ്ലസ് ആംഗിൾ D, X പ്ലസ് 180 - X, cut X, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. ABDC is a cyclic quadrilateral. ഒന്നുകൂടി വാച്ച് ചെയ്യാം. കൺസിഡർ ആംഗിൾ AX, ഓപ്പോസിറ്റ് ആംഗിൾ 180 - X, ലീനിയർ പെയർ ആംഗിൾ X, ഓപ്പോസിറ്റ് ആംഗിൾ 180 - X, ലീനിയർ പെയർ ആംഗിൾ X, ഓപ്പോസിറ്റ് ആംഗിൾ 180 - X. ആംഗിൾ A പ്ലസ് ആംഗിൾ D സപ്ലിമെൻ്ററി. ഇതെങ്ങനെയാണ് സപ്ലിമെൻ്ററി അറിയാലോ? സൈക്ലിക്. വേണേൽ കുറച്ച് എഴുതി വെക്കാം. എന്ത്? ഇൻ ദി ഫിഗർ ജോയിൻ PQ ആൻഡ് RS വി ഗെറ്റ് 3 cyclic quadrilateral. കൺസിഡർ ആംഗിൾ AX, ആംഗിൾ PQB 180 - X, ആംഗിൾ PQS X, ആംഗിൾ PRS 180 - X, ആംഗിൾ SCRS X, ആംഗിൾ D 180 - X. ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെൻ്ററി, അഡ്ജസൻ്റ് ആംഗിൾ ലീനിയർ പെയർ. അപ്പോൾ A പ്ലസ് D is equal to 180. ABDC is a cyclic quadrilateral. അപ്പോൾ ഒരു ടോപ്പിക്ക് നമ്മൾ ഫിനിഷ് ചെയ്തതാണ്. ആ ടോപ്പിക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഠിനാധ്വാനം ചെയ്തത്. 5 പോയിൻ്റുകൾ എഴുതി വെച്ചു. 1 2 ഏകദേശം ആക്ടിവിറ്റീൻ്റെ എണ്ണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1 2 3 4 5 6 7 8 ആക്ടിവിറ്റിയാണ് നമ്മൾ കാര്യമായിട്ട് ചെയ്ത് വെച്ചത്. 8 ആക്ടിവിറ്റിയോ ഒരു പ്രൂഫ് 8 or 9 ആക്ടിവിറ്റീസ് ഉണ്ടാവും. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്സാണ്. പ്രൂഫ് മാത്രം ഒരു 9ഓളം ആക്ടിവിറ്റീസുള്ള മാത്രം പഠിക്കാനുള്ളതാണ്. അതിൻ്റെ കണ്ടൻറ്റ് മനസ്സിലാക്കി റിപ്പീറ്റ് ചെയ്ത് കണ്ട് എഴുതി വെച്ചിട്ട് അത് കറക്റ്റ് ചെയ്ത് മൈൻഡിലിട്ട് ബൈ ഹാർട്ടാക്കി പഠിക്കേണ്ടത് ബൈ ഹാർട്ടാക്കിയിട്ട് പഠിക്കുക കേട്ടോ. ഇതെല്ലാം ഡയറക്റ്റ് ഡിസ്കഷനിൽ എഴുതിപ്പിക്കുക ചെയ്യുക. ഒരു ആക്ടിവിറ്റി ഡിസ്കഷൻ ടെസ്റ്റ് പോലെ അങ്ങ് നടത്തുക ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.